ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന ഫേമസ് യൂട്യൂബറിൻ്റെ കണക്ക് എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാമെന്നാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ തംബ്നെയിൽ ഒരു വെറൈറ്റി തംബ്നെയിലാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വീഡിയോയുടെ പറഞ്ഞുതരാൻ പോകുന്നത്. സോ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലിനകത്ത് തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനെ ഡൂഡ് ഉപയോഗിക്കുന്നത് പിക്സലാബ് പിന്നെ പിക്സാർട്ടിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. പിക്സാർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് ആ തംബ്നെയിൽ കൊടുക്കണമെങ്കിൽ മാത്രം പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, ഇല്ലെങ്കിൽ പിക്സലാബ് മതി. അതിനുശേഷം ഗ്രീൻ ലൈറ്റ് എന്നൊരു ഇമേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ലൈറ്റ് ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പിക്സലാബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിക്സലാബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിക്സാർട്ടിൽ നിന്ന് നിങ്ങളുടെ ഇമേജ് ഫോട്ടോ എടുത്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇമേജ് ആയിരിക്കും വരിക. അതിനുശേഷം നമ്മൾ ലാസ്റ്റിലത്തെ ഒരു വൈറ്റ് ഇമേജ് കാണാൻ സാധിക്കും, അതിൽ പോവുക. ഓക്കെ, ഇതിനു ശേഷം ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും, മേളിലൊരു 3 ഡോട്ട്, ആ 3 ഡോട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ ഇമേജ് സൈസ് എന്നൊരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൈസാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൈസ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്രസൻറ്റ് കസ്റ്റം എന്ന് പ്രസ് ചെയ്യുമ്പോൾ യൂട്യൂബ് തംബ്നെയിൽ എന്നൊരു ഓപ്ഷൻ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ ആയിട്ടുണ്ട്, തംബ്നെയിലിൻ്റെ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മേളത്തെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫ്രം ഗാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഗാലറി ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആയി വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ കൂടെ ഗാലറി എടുക്കാൻ സാധിക്കുന്നതാണ്. ഗാലറി എടുത്ത ശേഷം ഞാൻ പറഞ്ഞ ഗ്രീൻ ലൈറ്റ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗ്രീൻ ലൈറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് അനുസരിച്ച് എടുക്കുക. കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസ്പെറൻറ്റ് ഇമേജ് ആണ്, അതുകൊണ്ട് നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എൻ്റെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വലുതാക്കാൻ വേണ്ടി ഇവിടുത്തെ ഇതൊന്ന് ബിഗ് ആക്കാം. ഈ ലൈനിൽ പിടിച്ച് പുറകോട്ട് സ്ട്രെസ് ചെയ്യുമ്പം ഇച്ചിരി വലുതാവുന്നതാണ്. എനിക്ക് വേണ്ടത്ര ചെയ്യാവുന്നതാണ്. കേസ് ഞാനിപ്പോൾ ഇത് മിനിമം ആക്കിയിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇത് ലൈറ്റ് ആക്കാനാണ് ഞാൻ ചെയ്യുന്നത്. ഇച്ചിരൂടെ വലുതാക്കുകയാണ്. കേസ് ഇത്രയും മതി, അതുകൊണ്ട് ഞാനത് ചെയ്യുകയാണ്. കേസ് അപ്പം ഇത് ഡൂഡ് സെറ്റ് ചെയ്യുന്ന കണക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ചായിട്ട് ഒരു ഗ്രീൻ ലൈറ്റ് വരികയും റൈറ്റ് സൈഡിൽ കുറച്ച് വൈറ്റ് ലൈറ്റ് ഡിഫോൾട്ട് ആയിട്ടുള്ള ലൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. കേസ് ഇതാണ് നമ്മുടെ ഇമേജ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയാണ് വെക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായി മേളത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ടെക്സ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അതിനുശേഷം താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നൊരു ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിമായ AADIL'S TECH എന്നാണ് കൊടുക്കുന്നത്. കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നമുക്കിത് ഇഷ്ടമനുസരിച്ച് പ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ഒക്കെയാണ്. ഈ കളർ കൊടുക്കുന്നത് എന്തെന്നാൽ ഇതൊന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പം കുറച്ച് റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പം കാണാൻ സാധിക്കും ഇവിടെ കളർ എന്നൊരു ഓപ്ഷൻ, ഈ കളർ എന്ന പെയിൻ ബക്കറ്റിൻ്റെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. കേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ AB ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇടാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഡിഫോൾട്ട് ഫോണ്ടാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം ഇപ്പുറത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, അല്ലെങ്കിൽ അണ്ടർലൈൻ ആക്കാം. ഇപ്പോൾ ഞാൻ ബോൾഡ് മാത്രമേ ആക്കുന്നുള്ളൂ. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഇവിടെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ സെറ്റപ്പ് ആക്കാം. ഇതൊന്നും വേണ്ട, ഡൂഡ് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ സ്ട്രോക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്തിടാം. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്ട്രോക്ക് ഞാൻ ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് സ്ട്രോക്ക് വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു മാക്സിമം ഒരു കൊടുത്തേക്കുവാണ്. ഓക്കെ ഗൈസ്, കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷാഡോ വേണമെങ്കിൽ ഷാഡോ എനേബിൾ ചെയ്യാം. ഷാഡോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഷാഡോ എനേബിൾ ചെയ്യാം. അതിനുശേഷം അപ്പുറത്ത് എംബോസ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് 3D ഷാഡോ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഗൈസ്, അതായത് റിഫ്ലക്ഷൻ എനേബിൾ ചെയ്താൽ താഴെ റിഫ്ലക്ഷൻ ആവുന്നതാണ്. സോ ഇത് ഡൂഡ് എനേബിൾ ചെയ്യാറില്ല, റിഫ്ലക്ഷൻ കൊണ്ട് എനേബിൾ ചെയ്യാറില്ല. പിന്നെ ഡൂഡ് കൊടുക്കുന്നത് യെല്ലോ കളറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാമ്പിൾ കൊടുത്തേക്കാണ് ഗൈസ്. ഇപ്പം എനിക്ക് ഇത്ര മതി എന്ന് വെച്ചോ. അതിനുശേഷം ഇത് എക്സ്പോർട്ട് ചെയ്യാൻ മേളത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഇമേജ് അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി വേണ്ടെന്നുണ്ടെങ്കിൽ ഡൈമെൻഷൻ കസ്റ്റംസിൻ്റെ അടുത്ത് ഒരു ആരോ കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ എത്ര ഇതിൻ്റെ ക്വാളിറ്റി എത്രയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അൾട്രാ എടുക്കുകയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതിനുശേഷം സേവ് ഗാലറി എടുത്താൽ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് വാട്സാപ്പിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ടോ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഗൈസ്. കേസിൻ്റെ വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചില ബെല്ലൈക്കൻ പ്രസ് വെക്കുക. പിന്നെ നമ്മുടെ ചാനൽ 200 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം നന്ദി. കേസ് നമുക്കിനി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാം. ബൈ.